ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2024 പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഡിവിഷൻ മെത്തേഡ്സ് എന്ന് പറഞ്ഞ 4ാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 50 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. സി ദ വേ നമ്പേഴ്സ് ആർ അറേഞ്ച്ഡ് ബിലോ. എന്നിട്ട് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അല്ലേ. അല്ല, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ ദ ക്വസ്റ്റ്യൻസ് ഓൺ ഡിവൈഡിങ് ദ നമ്പേഴ്സ് ഇൻ എനി വൺ റോ ബൈ 5 എന്നിട്ട് ആൻഡ് ദ റിമൈൻഡേഴ്സ് എന്നും ചോദിച്ചിട്ടുണ്ട്. അതായത് ആ സംഖ്യകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നോക്കുക, എന്നിട്ട് അതിൽ ഒരേ റോയിലുള്ള സംഖ്യകളെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഇല്ലേ, അത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കണ്ടുപിടിക്കണം. അതുപോലെ അതിൻ്റെ റിമൈൻഡേഴ്സ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും കണ്ടുപിടിക്കണം. ഇപ്പം തന്നിട്ടുള്ള നമ്പേഴ്സിൽ റോ എന്ന് പറയുന്നത് ഏതാണ്? 0, 1, 2, 3, 4 എന്ന് പറയുന്ന ആ സംഖ്യകൾ ഒരു റോ ആണ് അല്ലേ. പിന്നെ അടുത്ത റോ എന്ന് പറയുന്നത് 5, 6, 7, 8, 9 അതാണ് അടുത്ത റോ വരുന്നത്. കോളം എന്ന് പറയുന്നത് വെർട്ടിക്കലി ആയിട്ട് വരുന്നതിനെയാണ് കോളം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളതിൽ റോയിൽ പിന്നെ ഫസ്റ്റത്തെ റോ അല്ല, ഓരോ റോയിലും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന് വരുന്ന ആൻസർ തമ്മിലുള്ള ബന്ധവും അതുപോലെ റിമൈൻഡേഴ്സ് തമ്മിലുള്ള ബന്ധമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ഫസ്റ്റത്തെ ആ ഒരു റോ എടുത്താൽ ആ റോയിലുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞത്? 0, 1, 2, 3, 4 അല്ലേ. അതിൻ്റെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? 0 അല്ലേ. ഒറ്റൊന്നിലും 5 ഇല്ല അല്ലേ. അതുകൊണ്ട് തന്നെ ആ 5 സംഖ്യേനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുന്നത്? ആൻസർ കിട്ടുന്നത് എപ്പോഴും 0 ആയിരിക്കും. പിന്നെ റിമൈൻഡറോ ഓരോന്നിനും വേറെ വേറെയാണ് അല്ലേ. ഏതൊക്കെയാണ്? ഫസ്റ്റത്തെ സംഖ്യക്ക് 0 തന്നെയാണ് റിമൈൻഡർ വരുന്നത്. അടുത്ത സംഖ്യക്ക് 1 ആണല്ലേ. 1നെ 5 കൊണ്ടായിരിക്കുമ്പോൾ റിമൈൻഡർ 1 വരും. പിന്നെ അടുത്തതിന് 2 വരും, പിന്നെ 3 വരും, പിന്നെ 4 വരും. അപ്പോൾ ഓരോന്നിനും ഓരോ നമ്പേഴ്സാണ് നമുക്ക് റിമൈൻഡർ കിട്ടിയിട്ടുള്ളത്. അതായത് 0 മുതൽ 4 വരെയുള്ള നമ്പേഴ്സാണ് നമുക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്ത റോ നോക്കൂ. അതിലെ നമ്പേഴ്സ് എന്ന് പറയുന്നത് 5, 6, 7, 8, 9 ആണ് അല്ലേ. അതിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്? അതിൻ്റെ ആൻസർ എന്താണ്? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് ആൻസർ കിട്ടുന്നത്? 1 അല്ലേ. 5ൽ ഒരു 5 ഉണ്ട്. 6ൽ എത്ര 5 ഉണ്ട്? അതിലും ഒരു 5 തന്നെ ഉള്ളൂ. 7ലോ അതിലും ഒരു 5 ഉള്ളൂ. 8ലും ഒരു 5 ഉള്ളൂ. 9ലും ഒരു 5 ഉള്ളൂ. പക്ഷേ റിമൈൻഡേഴ്സ് മാറ്റുന്നുണ്ട് അല്ലേ. 5ൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ റിമൈൻഡർ 0 ആണ്. അടുത്ത 6നെ 1 പിന്നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പിന്നെ ക്വസ്റ്റ്യൻ്റ് 1 ആയിരിക്കും, റിമൈൻഡറും 1 ആയിരിക്കും അല്ലേ. 7നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴോ അപ്പോൾ ക്വസ്റ്റ്യൻ്റ് 1 ആയിരിക്കും, റിമൈൻഡർ 2 ആയിരിക്കും. അങ്ങനെ പിന്നെ 8നെ പിന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ കിട്ടും. 9നെ പിന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 4 ആണ് റിമൈൻഡർ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് റിമൈൻഡേഴ്സ് ഏതൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്? നേരത്തെ കിട്ടിയ അതേ സംഖ്യ തന്നെയാണ് റിമൈൻഡർ കിട്ടിയിട്ടുള്ളത് അല്ലേ. പിന്നെ ക്വസ്റ്റ്യൻ്റ് ആണെങ്കിൽ 1 എന്നായിട്ടുണ്ട്. എല്ലാത്തിനും 1 തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്ത റോ നോക്കൂ. അതിൽ ക്വസ്റ്റ്യൻ്റ് 2 ആയിട്ടുണ്ട്, റിമൈൻഡർ സെയിം തന്നെയാണ് അല്ലേ. നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് ഓരോ നമ്പേഴ്സിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ്റ് മാത്രമാണ് മാറിയിട്ടുള്ളത്. റിമൈൻഡേഴ്സിൽ മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല. ക്വസ്റ്റ്യൻ്റ് എല്ലാത്തിനും ആ ഒരു വരിയിലുള്ള എല്ലാത്തിനും 1 തന്നെയാണ്. പക്ഷേ പിന്നെ ആദ്യത്തെ വരിയിലുള്ളതെന്ന് ഒന്ന് മാറ്റം വന്നിട്ടുണ്ടല്ലേ. ആദ്യം നമുക്ക് 1 കിട്ടിയിരുന്നത് ഇപ്പം നമുക്ക് 2 ആയിട്ടുണ്ട്. ഇനി ഇതിത്തെ ലാസ്റ്റ് റോയിലാണെങ്കിലോ അതിനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ റിമൈൻഡേഴ്സിൽ മാറ്റമൊന്നുമില്ല. 0, 1, 2, 3, 4 അങ്ങനെ ഓരോന്ന് തന്നെയാണ് കിട്ടുന്നത്. ക്വസ്റ്റ്യൻ്റ് മാറിയിട്ടുണ്ട്. എന്തായിട്ടുണ്ട്? 3 ആയിട്ടുണ്ട് അല്ലേ. ഇത് നമുക്ക് എന്താ മനസ്സിലായിട്ടുള്ളത്? ഓരോ റോയിലുള്ള പിന്നെ ക്വസ്റ്റ്യൻ്റിൻ്റെയും റിമൈൻഡേഴ്സിൻ്റെയും പിന്നെ റിലേഷൻ എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ്റ് എല്ലാ റോയിലും സെയിം ആണ് അല്ലേ. അതുപോലെ റിമൈൻഡേഴ്സോ 5ന് താഴെയുള്ള നമ്പേഴ്സും ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? വെൻ ദ നമ്പേഴ്സ് ഇൻ ദി സെയിം റോ ആർ ഡിവൈഡഡ് ബൈ 5 ദ ക്വസ്റ്റ്യൻ്റ് ഈസ് ദി സെയിം എന്ന് എഴുതാം. അതുപോലെ ദ റിമൈൻഡേഴ്സ് ഇൻ ഈച്ച് റോ ഈസ് 0, 1, 2, 3, 4 എന്ന് എഴുതാം അല്ലേ. ഇനി ഇതിലുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈഫ് നമ്പേഴ്സ് ഇൻ എനി വൺ കോളം ആർ ഡിവൈഡഡ് ബൈ 5? അതായത് ഓരോ കോളത്തിലും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് അവ തമ്മിലുള്ള റിലേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നോക്കുക, തന്നിട്ടുള്ള നമ്പേഴ്സിൽ ഫസ്റ്റ് കോളമിൽ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 0, 5, 10, 15 ആണ് അല്ലേ. അപ്പോൾ ആ നമ്പേഴ്സിനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ എന്താ കിട്ടുക? അപ്പോൾ നോക്കൂ, 0നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 0ൽ 5 ഉണ്ടോ? ഇല്ല. അപ്പോൾ ആൻസർ 0 ആണ് അല്ലേ. ഇനി അടുത്ത നമ്പറാണ് എന്താണ്? 5 ആണ് അല്ലേ. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 5ൽ എത്ര 5 ഉണ്ട്? ഒരു 5 അല്ലേ ഉള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ എത്രയാണ്? 1 ആണ് കിട്ടുന്നത്. ഇനി 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 10ൽ എത്ര 5 ആണ്? 2 അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ്റ് 2 ആയി അല്ലേ. ഇനി അടുത്തത് 15 ആണ്. ലാസ്റ്റ് നമ്പർ അതിൽ 15 ആണ്. 15ൽ എത്ര 5 ഉണ്ട്? 3 5 ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ്റ് എന്താണ്? 3 ആണ്. റിമൈൻഡർ ഉണ്ടോ? ഏത് സംഖ്യനെ ആ ഒരു റോയിലുള്ള ഏതൊരു സംഖ്യനെ അല്ല, റോ അല്ല കോളമുള്ള ഏതൊരു സംഖ്യനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നില്ല? റിമൈൻഡർ ഇല്ല. റിമൈൻഡർ എല്ലാത്തിനും 0 ആണ്. റിമൈൻഡർ എല്ലാത്തിനും സെയിം ആണല്ലേ. അത് 0 ആണ്.
ഇനി അടുത്ത കോളം നോക്കൂ. അതിലെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 6, 11, 16 ആണ് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് കോഷ്യൻ്റ് കിട്ടുന്നത്? ആൻസർ എത്രയാണ് കിട്ടുന്നത്? ഫസ്റ്റത്തേന് 0, പിന്നെ 1, പിന്നെ 2, പിന്നെ 3 അങ്ങനെയല്ലേ കിട്ടുന്നത്. ഇനി അതിൻ്റെ റിമൈൻഡേഴ്സോ എല്ലാത്തിനും 1 ആണ് കിട്ടുന്നത് അല്ലേ. ഒരു കോളത്തിലുള്ള എല്ലാ സംഖ്യേനെയും നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണ് കിട്ടുന്നത്? എല്ലാത്തിനും 1 തന്നെയാണ് കിട്ടുന്നത്. ഇനി അടുത്തൊരു കോളം കൂടെ ചെയ്ത് നോക്കുക. അതിൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 7, 12, 17 ആണ്. അപ്പോൾ അതിലെ കോഷ്യൻ്റ് എന്തൊക്കെയാണ്? ഓരോന്നിനും 0, 1, 2, 3 തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. റിമൈൻഡറോ എല്ലാത്തിനും 2 ആയി മാറിയിട്ടുണ്ട് അല്ലേ. അതിലത്തെ എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 ആണ് കിട്ടുന്നത്. അങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴും നമുക്ക് ഇതേ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഒരു കോളത്തിലുള്ള നമ്പേഴ്സിനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിമൈൻഡർ എന്താണ്? എപ്പോഴും അതിലുള്ള ഒരു എല്ലാത്തിൻ്റെയും തുല്യമാണ് അല്ലേ. അതുപോലെ ആൻസർ എന്താ കിട്ടുന്നത്? 0, 1, 2, 3 ഇങ്ങനെയുള്ളതാണ് ഒരു കോളത്തിൽ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. നമുക്കിതിലുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പേഴ്സ് ഓഫ് ദി 10th റോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 10th റോയിലുള്ള ഫസ്റ്റത്തെയും ലാസ്റ്റ് നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് കാണുക നോക്കൂ. ആദ്യം നമുക്ക് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നമ്പർ ഏതാ നോക്കാം. ഫസ്റ്റ് നമ്പർ ഏതാണ്? 0 ആണ് അല്ലേ. അപ്പോൾ ഈ 0 എന്ന് പറയുന്നത് 0 × 5 ആണ്. 0 × 5 0 അല്ലേ. അതാണ് 0 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ റോയിലെ ഫസ്റ്റ് നമ്പർ എന്താണ്? 5 ആണ്. 5 എന്ന് പറയുന്നത് 5 × 1 ആണ് അല്ലേ. 1 × 5 ആണ് 5 എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ റോയിൽ 1-നെയാണ് 5 കൊണ്ട് ഗുണിച്ചിട്ടുള്ളത്. ഇനി പിന്നെ മൂന്നാമത്തെ റോയിലോ 2-നെ 5 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ 10 കിട്ടിയില്ലേ. ഇനി നാലാമത്തെ റോയിലോ 3-നെ 5 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ നാലാമത്തെ റോയിൽ 3-നെയാണ് 5 കൊണ്ട് ഗുണിച്ചിട്ടുള്ളത്. അപ്പോൾ 10ാമത്തെ റോയിൽ എത്ര തന്നെ ആയിരിക്കും? പിന്നെ 9-നെയാണ് 5 കൊണ്ട് ഗുണിക്കേണ്ടത് അല്ലേ. അപ്പോൾ 10ാമത്തെ റോയിൽ ഫസ്റ്റ് നമ്പർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 9-നെ 5 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് നമ്പർ ഇൻ 10th റോ ഈസ് ഈക്വൽ ടു 9 × 5 അല്ലേ. 9 × 5 എത്രയാണ്? 45 ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്പർ 10th റോയിലെ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 45 ആണ്. ഇനി എന്തായാലും ചോദിച്ചിട്ടുള്ളത് ലാസ്റ്റ് നമ്പറും ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് നമ്പർ കാണാൻ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ നോക്കൂ, ഓരോ റോയിലും ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും തമ്മിലുള്ള ഇതെന്താണ്? ഫസ്റ്റ് നമ്പർക്ക് 4 കൂട്ടി കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്പർ കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു 10th റോയിലാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്താൽ മതി. അതായത് 45ക്ക് 4 കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ എത്രയാണ് കിട്ടുക? 45 + 4 എത്രയാണ്? 49 അല്ലേ. അപ്പോൾ 10th റോയിലെ ലാസ്റ്റ് നമ്പർ എന്താണ്? 49 ആണ് എന്നും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ തന്നെയുള്ള നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. വാട്ട് ഈസ് ദ 4th നമ്പർ ഇൻ ദി 12th റോ. അപ്പോൾ 12th റോയിലെ ഫസ്റ്റ് നമ്പർ കാണാൻ എന്ത് ചെയ്താൽ മതി? 11 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. 5-നെ 11 കൊണ്ട് ഗുണിച്ചാൽ 12th റോയിലെ ഫസ്റ്റ് നമ്പർ കിട്ടും. ഫസ്റ്റ് നമ്പറും 4th നമ്പറും തമ്മിലുള്ള ബന്ധം എന്താണ്? അതിക്ക് 3 കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാം? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് നമ്പർ ഇൻ 12th റോ ഈസ് ഈക്വൽ ടു 11 × 5 അല്ലേ. 12th റോ ആയതുകൊണ്ടാണ് 11 കൊണ്ട് ഗുണിക്കുന്നത് അല്ലേ. അപ്പോൾ 11 × 5 കാണുക. അപ്പോൾ എത്ര കിട്ടുക? 55 എന്ന് കിട്ടും. ഇനി അടുത്തത് എന്താണ്? 4th നമ്പർ ഇൻ 10th റോ ആണ് കാണേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 4th നമ്പറും ഫസ്റ്റ് നമ്പറും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്താണെന്ന് ബാക്കിയുള്ള റോയിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അല്ലേ. എന്താണ്? ഫസ്റ്റ് നമ്പർക്ക് 3 കൂട്ടുമ്പോഴാണ് 4th നമ്പർ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 55ക്ക് 3 കൂട്ടി കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടുന്നത്? 58 എന്ന് കിട്ടൂലേ. അതാണ് ആ ഒരു റോയിലുള്ള, അതായത് 12th റോയിലുള്ള 4th നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇതിൽ തന്നെയുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് കോളം ആൻഡ് റോ ഡസ് ദ നമ്പർ 123 ബിലോങ് ടു. അതായത് 123 എന്ന സംഖ്യ ഇതിലെ ഏത് വരിയിലെ എത്രാമത്തെ സംഖ്യയാണെന്ന്, ഏത് റോയിലുള്ള എത്രാമത്തെ സംഖ്യയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 123-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുമ്പ് ചെയ്തിരുന്ന പോലെ കള്ളിയൊക്കെ വരച്ചു കൊടുക്കുക. ഒരു കള്ളിൻ്റെ ഉള്ളിൽ 123 123 എന്ന് എഴുതുക, മുകളിൽ 5 എന്ന് എഴുതുക അല്ലേ. ഇനി നമ്മൾ അതിൽ എത്ര 5 ഉണ്ടെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് പറ്റണത് ഏതെങ്കിലും ഒരു സംഖ്യ. അപ്പോൾ ഞാൻ 20 എന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ 20 ആണെങ്കിൽ 20 × 5 എത്രയാണ്? 100 ആണല്ലോ. അത് കള്ളിൻ്റെ ഉള്ളിൽ എഴുതാം. 123-ന്റെ താഴെ 25 × 100 എന്നുള്ള ആ 100 എന്നുള്ളത് എഴുതി കൊടുക്കുക. അപ്പോൾ 123-ന്റെ താഴെ 100 എന്ന് എഴുതി. ഇനി എന്താ ചെയ്യുക? 123 നിന്ന് 100 കുറക്കുക. ബാക്കി എത്രയാണെന്ന് വെച്ചാൽ അത് ആ കള്ളിൻ്റെ താഴെ എഴുതി കൊടുക്കണം. 123 നിന്ന് 100 കുറക്കുമ്പോൾ 23 എന്ന് കിട്ടൂലേ. 23 എന്ന് എഴുതി. ഇനി അതിൽ എത്ര 5 ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ 23-ൽ എത്ര 5 ഉണ്ട്? 4 5 എഴുതിയാലും ഉണ്ടല്ലേ. 4 5 20 അല്ലേ. അപ്പോൾ 4 എന്ന് ആദ്യം എഴുതി കൊടുക്കാം. അപ്പോൾ നോക്കൂ, ഇടത് ഭാഗത്ത് കള്ളിയുടെ ഇടത് ഭാഗത്ത് 4 എന്ന് എഴുതി, റൈറ്റ് സൈഡിൽ 4 × 5 = 20 എന്ന് എഴുതിയില്ലേ. ഇനി ആ 20 എന്നുള്ളത് കള്ളിൻ്റെ ഉള്ളിലും എഴുതണം. അതായത് 23-ന്റെ താഴെയായിട്ട് ആ 20 എന്ന് എഴുതണം. ഇനി എന്താ ചെയ്യുക? 23 നിന്ന് 20 കുറക്കുക. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 23 - 20 എത്രയാണ്? 3 അല്ലേ. അതതിൻ്റെ താഴെ എഴുതി കൊടുക്കണം. 3-ൽ പിന്നെ 5 ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ 3 എന്താണ്? അതിൽ മിച്ചാണ് അല്ലേ. അതായത് റിമൈൻഡർ ആണ്. 3 എന്ന് പറയുന്നത് റിമൈൻഡർ ആണ്.
ആൻസർ എത്ര കിട്ടിയിട്ടുള്ളത്? ഒരു 20 ഉണ്ട്, ഒരു 4 ഉണ്ട് അല്ലേ. അപ്പോൾ എത്രയാ? 24 അല്ലേ. അപ്പോൾ 123 എത്ര അഞ്ചുണ്ട്? 24 അഞ്ചുണ്ട്. റിമൈൻഡർ എത്രയാണ്? 3 ആണ്. നമ്മോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ആ ഒരു 123 എന്ന് പറഞ്ഞ സംഖ്യ എത്രാമത്തെ റോയിൽ എത്രാമത്തെ കോളത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നോക്കൂ, നമുക്ക് ആ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഇതിലെങ്ങനെയാണ് വന്നിട്ടുള്ളത്? ഫസ്റ്റത്തെ നമ്പർ 0 ആണല്ലോ. ഫസ്റ്റത്തെ റോയിലുള്ള ഫസ്റ്റത്തെ നമ്പർ എന്ന് പറയുന്നത് 0 ആണ്. 0നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? നമുക്ക് 0 തന്നെയാണ് ആൻസർ കിട്ടുന്നത് അല്ലേ. പിന്നെ അടുത്തത് 5 ആണ്. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 1 കിട്ടി. അതായത് രണ്ടാമത്തെ ഇതിന് റോയിലാണ് എന്ത് 1 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മൂന്നാമത്തെ റോയിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ പിന്നെ 2 കിട്ടിയിട്ടുള്ളത്. അതായത് മൂന്നാമത്തെ റോയിലുള്ള സംഖ്യനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 2 ആണ് അല്ലേ. അപ്പോൾ ആൻസർ 2 കിട്ടുന്നത് മൂന്നാമത്തെ റോയിലാണ്. ഇപ്പോൾ ഈ ഒരു 123 നമുക്ക് ആൻസർ കിട്ടിയത് 24 ആണ്. അപ്പോൾ 24 എത്രാമത്തെ റോയിലായിരിക്കും? 25ാമത്തെ റോയിലായിരിക്കും അല്ലേ. മനസ്സിലായില്ലേ? അതായത് ആൻസർ 0 കിട്ടുന്നത് ഒന്നാമത്തെ റോക്കാണ്, ആൻസർ 1 കിട്ടുന്നത് രണ്ടാമത്തെ റോക്കാണ്, ആൻസർ 2 കിട്ടുന്നത് മൂന്നാമത്തെ റോക്കാണ്. അപ്പോൾ ആൻസർ 24 കിട്ടുന്നത് 25ാമത്തെ റോക്കായിരിക്കും. അപ്പോൾ ഈ ഒരു സംഖ്യ 25ാമത്തെ റോയിലാണ്. നമുക്ക് മനസ്സിലായി. ഇനി എത്രയാണ് കോളം എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ കോളം കാണാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് കോളത്തിൽ എല്ലാത്തിൻ്റെയും റിമൈൻഡർ 0 ആണ്, സെക്കൻഡ് കോളത്തിൽ റിമൈൻഡർ 1 ആണ്, തേർഡ് കോളത്തിൽ റിമൈൻഡർ 2 ആണ്, ഫോർത്ത് കോളത്തിലാണ് റിമൈൻഡർ 3 വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ദി ഫോർത്ത് നമ്പർ ഇൻ ദി 25th റോ എന്ന് പറയാം അല്ലേ. ഫോർത്ത് നമ്പറാണ്, അതായത് ഫോർത്ത് കോളമിലാണ് പിന്നെ ഏത് നമ്പർ വരുന്നത്? 123 എന്ന് പറഞ്ഞ നമ്പർ വരുന്നത്. അതായത് 25th റോയിൽ ഫോർത്ത് നമ്പറായിട്ടാണ് 123 നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.